ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തമിഴ്നാട്ടിലെ അധികാര രംഗത്ത് നടക്കുന്ന നാടകം, ആ നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അത്തരമൊരു നാടകത്തിന് ആയുർദൈർഘ്യം നൽകിയത് തന്നെ ഗവർണറുടെ അഭാവമായിരുന്നുവെന്ന് നമുക്കറിയാം. ചെന്നൈയിലേക്ക് യാത്ര തിരിച്ച ഗവർണർ യാത്ര മുടക്കി വീണ്ടും ബോംബെയിലേക്ക് പോയി. സത്യത്തിൽ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാണ്. മഹാരാഷ്ട്രയിലെ ഗവർണർ ഇവിടുത്തെ ഒരു ഉത്തരവാദിത്വം കൂടി നോക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മഹാരാഷ്ട്ര ഗവർണർ വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചുപോയി എന്ന് വാർത്തയുണ്ടായിരുന്നു. അങ്ങനെ ശശികലയുടെ മോഹങ്ങളോ വ്യാമോഹങ്ങളോ പൂത്തുലയാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം മാറിയപ്പോൾ വലിയ ഗൗരവതരമായ പരിവർത്തനങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന് വന്നത്. ഏതായാലും ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഗവർണർ വിദ്യാസാഗർ റാവു, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇന്നലെ അദ്ദേഹം ചെന്നൈയിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ ഇരു കൂട്ടരും ഗവർണറെ കാണുകയുണ്ടായി. OPS എന്നറിയപ്പെടുന്ന O പന്നീർശെൽവം ആദ്യം ഗവർണറെ കണ്ടു. ഗവർണറെ കണ്ട് തൻ്റെ വാദമുഖങ്ങൾ, എന്തുകൊണ്ട് താൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലയ്ക്കുള്ള വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം 2 മണിക്കൂറുകൾക്ക് ശേഷം ശശികലയും ഗവർണറെ കണ്ടു. ഗവർണറെ ശശികല കാണാൻ പോകുമ്പോൾ 10ഓളം മന്ത്രിമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. 130 MLA ഒപ്പിട്ട നിവേദനവും ഉണ്ടായിരുന്നു. അങ്ങനെ പാർലമെൻ്ററി പാർട്ടി തന്നെ നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത ശശികല തിരഞ്ഞെടുത്ത MLA ഒപ്പുകളടക്കം ഗവർണറെ സന്ദർശിക്കുകയും ചെയ്തു. ഇരുകൂട്ടരെയും ഗവർണർ കണ്ടു. പക്ഷേ ഇരുകൂട്ടരോടും എന്തെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും അദ്ദേഹം ഉരിയാടിയില്ല. ഒന്നും പറയാതെ ഗവർണർ ഇരുന്നു. ഗവർണറുടെ മൗനത്തിലാണ് സത്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഭാവി ഗതിവിഗതികളെ നിർണയിക്കാൻ പോകുന്ന ആ രഹസ്യം ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത്. സമുദ്രങ്ങൾ ഇരമ്പുകയാണ് ഗവർണറുടെ മനസ്സിൽ. എന്താണ് എന്ന് ഉദ്യോഗത്തോടെ തമിഴ്നാട് ജനത കാത്തിരിക്കുന്ന വിവരം ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. കാരണം ഗവർണർ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചു. ഇനി കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് മറുപടി ലഭിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തമായി തന്നെ നിയമവശങ്ങൾ പരിശോധിക്കാൻ ആളുകളെ നിയോഗിച്ചു. അങ്ങനെ അവരുടെ മറുപടി ലഭിക്കണം. അതിനുശേഷം ഇന്ന് ഗവർണർ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കും. തമിഴ്നാട്ടിലെ നാടകത്തിന് ഒന്നുകിൽ തിരശ്ശീല വീഴും, അല്ലെങ്കിൽ പുതിയ അംഗങ്ങളിലായി അത് മുന്നേറുകയും ചെയ്യും. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്നേ നമുക്കറിയാൻ കഴിയൂ. ഇന്നലത്തെ സംഭവഗതികളെ സംബന്ധിച്ച വാർത്ത ഇതുമായി ബന്ധിപ്പിച്ച് എല്ലാ പത്രങ്ങളും പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട്. മലയാള മനോരമയാകട്ടെ ഇന്നലെ പോലെ തന്നെ അതിന്നും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക ആ ലീഡ് വാർത്ത. കണ്ടു മിണ്ടിയില്ല എന്ന നിലയ്ക്കുള്ള ഒരു ശീർഷകമാണ് മനോരമ കൊടുക്കുന്നത്. ഇരുവിഭാഗത്തെയും ഗവർണർ കാണുകയുണ്ടായി, എന്നാൽ തിരിച്ച് ഒന്നും അദ്ദേഹം പ്രതിവചിച്ചില്ല എന്നാണ് മനോരമ അർത്ഥമാക്കുന്നത്. കണ്ടു മിണ്ടിയില്ല. ഗവർണറുടെ തീരുമാനം കാത്ത് ശശികലയും പനീർശെൽവവും. ഗവർണർ നിയമോപദേശം തേടി. സ്ഥിതിഗതികൾ സംബന്ധിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട്. ബലാബലത്തിൽ മാറ്റമില്ല. MLA ഇന്നലെ മുഴുവൻ രഹസ്യ കേന്ദ്രത്തിൽ രാജി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് പനീർശെൽവം. ജയസമാധിയിൽ കണ്ണീരോടെ ശശികല തുടങ്ങിയ വാർത്തയുടെ വിശദാംശങ്ങളാണ് മലയാള മനോരമയിലൂടെ വിനോദ് ഗോപി തരുന്നത്. അതിപ്രകാരമാണ്. തമിഴ്നാട് ആര് ഭരിക്കണമെന്ന് നിർണായക ചോദ്യത്തിനുള്ള ഉത്തരം തേടി എല്ലാ കണ്ണുകളും ഗവർണർ ശ്രീ വിദ്യാസാഗർ റാവുവിലേക്ക്. മുംബൈയിൽ നിന്നെത്തിയ ഗവർണറുമായി ആദ്യം കാവൽ മുഖ്യമന്ത്രി O പന്നീർശെൽവവും പിന്നീട് DMK ജനറൽ സെക്രട്ടറി ശശികലയും കൂടിക്കാഴ്ച നടത്തി. തന്നെ നിർബന്ധപൂർവ്വം രാജിവെപ്പിക്കുകയായിരുന്നുവെന്നും അതിനാൽ രാജി പിൻവലിക്കാൻ അനുവദിക്കണമെന്നുമുള്ള വാദമാണ് പന്നീർശെൽവം ഉന്നയിച്ചത്. 134 MLA പിന്തുണ തനിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശശികല മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചത്. ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നിയമോപദേശം തേടി. നിലവിലുള്ള സ്ഥിതിഗതികൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് അയച്ചു. നിർണായക തീരുമാനം ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതായാലും
തന്നെ രാജി പിൻവലിക്കാൻ നിർബന്ധിതനായതാണ്. രാജി പിൻവലിച്ചതല്ല, രാജി പിൻവലിക്കാൻ നിർബന്ധിതനായതാണ്. അതുകൊണ്ട് രാജി പിൻവലിക്കൽ ആ പ്രക്രിയ റദ്ദാക്കണം എന്നാണ് അദ്ദേഹം ഗവർണറോട് ഒ പന്നീർശെൽവം ആവശ്യപ്പെട്ടത്. അതേ സംബന്ധിച്ച് സത്യത്തിൽ ഒരിക്കൽ രാജി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഗവർണർക്കില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം അവതരിപ്പിക്കപ്പെടുന്നു. താൻ രാജിവെക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു, ശശികലയും കൂട്ടരും നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അത് പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു പൊതു പരിസരം ശശികലയുമായി ബന്ധപ്പെട്ട് വേദനിലയത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഗവർണർക്ക് കാണേണ്ടി വരും. എന്താണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം. പന്നീർശെൽവത്തിന് അദ്ദേഹത്തിൻ്റെ ഉൾവിളി ഉയർന്നത് ജയലളിതയുടെ സ്മാരകം സന്ദർശിച്ചതിന് ശേഷമാണ്. ജയലളിതയുടെ ആത്മാവുമായി താൻ സംവേദിച്ചു എന്നാണ് പന്നീർശെൽവം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്നലെ ജയലളിതയുടെ സ്മാരകത്തിലേക്ക് ആത്മാവ് തേടി മറ്റൊരാൾ കൂടി പോയി, ശശികല അവിടെ ചെന്നത് പക്ഷേ ധ്യാനലീനയായി ഇരിക്കാനൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് ആത്മാവുമായി സംവേദനം നടത്തിയെന്ന് പറയാനാകില്ല. മറിച്ച് അവർ അവിടെ പോയി തൊഴുകയും അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തീർന്നില്ല. 130 MLA-മാരുണ്ടല്ലോ, അവരുടെ ഒപ്പിട്ട് സമർപ്പിച്ച ആ നിവേദനം ഗവർണർക്ക് കൊടുക്കാനുള്ള നിവേദനം സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങുക കൂടി അവർ ചെയ്തു. അതാണ് ശശികല ആകെ ഇന്നലെ ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിലെത്തിയപ്പോൾ ചെയ്തത്. മലയാള മനോരമ 1-ാം പേജിൽ ഈ വാർത്ത പ്രധാനമാക്കി തരുന്നു. അതേ പേജിൽ തന്നെ ബഹ്റിനിൽ സന്ദർശനം ആരംഭിച്ച പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബഹ്റിൻ്റെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ചിത്രവും ഇന്ന് 1-ാം പേജിൽ തന്നെ മനോരമ തന്നിരിക്കുന്നു. എല്ലാം ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയും അതുതന്നെ. ഗവർണർ തീരുമാനിക്കുമെന്ന ശീർഷകത്തിലുള്ള വാർത്തയിൽ ദേശാഭിമാനി പറയുന്നു, തമിഴ്നാട്ടിൽ ഭരണം കയ്യിലൊതുക്കാൻ തമ്മിലടിക്കുന്ന AIDMKയുടെ ഇരുവിഭാഗവും ഗവർണർക്ക് മുന്നിൽ അവകാശവാദം ഉന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സമർപ്പിച്ച കത്ത് പരിഗണിക്കരുതെന്ന് പന്നീർശെൽവം ആവശ്യപ്പെട്ടു. ഇന്ന് ആ കാര്യത്തിൽ ഗവർണർ തൻ്റെ മനസ്സ് തുറക്കും എന്ന വാർത്ത ലീഡ് വാർത്തയാക്കി മനോരമയെപ്പോലെ ദേശാഭിമാനിയും നമുക്ക് തന്നിരിക്കുന്നു. ഇന്നലെ നാം കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, തമിഴ് രാഷ്ട്രീയത്തിൽ ശശികല അമ്മയുടെ പാത പിന്തുടരുകയല്ല. ജയലളിതയെ അവർ അക്ക എന്നാണ് വിളിച്ചിരുന്നത്. അക്കയുടെ പാത പിന്തുടരുകയല്ല. അവിടെയുള്ള മാലോകർ മുഴുവൻ അമ്മയെന്ന് വിളിക്കുന്ന മുൻ മുഖ്യമന്ത്രി ജയലളിതയെ അക്ക എന്ന് വിളിക്കുന്ന ശശിധര അക്കയുടെയോ അമ്മയുടെയോ പാത പിന്തുടരുകയല്ല, മറിച്ച് അമ്മയെപ്പോലെ തന്നെ സ്വയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇന്നലെ നാം കണ്ടത്. അമ്മയെപ്പോലെ തൊഴുത് നടന്നു, അമ്മയെപ്പോലെ തന്നെ വസ്ത്രം ധരിച്ചു, അമ്മയെപ്പോലെ വേദനിലയത്തിൽ നിന്ന് ജയലളിത ഉപയോഗിച്ചു കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അതേ വാഹനമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള അതേ വാഹനം. മുൻ സീറ്റിൽ ജയലളിത ഇരിക്കും, അവിടെ മാത്രമേ വെളിച്ചമുണ്ടാവുകയുള്ളൂ. അങ്ങനെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യാത്ര ചെയ്യുന്ന ജയലളിതയെ നാം എല്ലായ്പ്പോഴും കണ്ടിരുന്ന ആ വാഹനത്തിലാണ് ഇന്നലെ ഗവർണറെ കാണാൻ ശശികല പോയത് എന്ന് പറയുമ്പോൾ ശശികല പരിണമിച്ച് ഒരു ജയലളിതയായി പരിവർത്തിച്ചുവോ എന്ന് തോന്നുന്ന രീതിയിലാണ് അത് നമുക്ക് ലഭിക്കുന്നത്. ദേശാഭിമാനിയുടെ 1-ാം പുറം കാണുക, ആ ചിത്രം നമുക്ക് കാണാം. VK ശശികല ചെന്നൈ രാജ്ഭവനിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ചിത്രത്തിൽ ഓർക്കൂ, നാം ജയലളിതയെ കണ്ടതുമാതിരി തന്നെയാണ് ശശികല കാറിൻ്റെ 1-ാമത്തെ സീറ്റിലിരിക്കുന്നു. അവിടെ മാത്രം വെളിച്ചം വീഴുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ അമ്മയുടെ പുതിയ പതിപ്പായി അവർ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്വന്തമായി തന്നെ. പന്നീർശെൽവം ജയലളിതയുടെ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ ശശികല ജയലളിതയായി തന്നെ മാറിയിരിക്കുന്നു. പോയസ് ഗാർഡനിലെ വേദനിലയം ജയലളിതയുടെ പേരിലുള്ള വസതിയാണ്. ജയലളിത തമിഴ്നാടിന് പുറത്ത് ഹൈദരാബാദിലും കർണാടകത്തിലുമൊക്കെ വസ്തുവകകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം.
പല വസ്തുവകകളിലും അവർ ജയലളിത അവർക്കൊപ്പം ശശികലയുടെ കൂടി അവകാശം സ്ഥാപിക്കുന്ന രീതിയിൽ കൂട്ടായാണ് അതിൻ്റെ ജന്മം സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ പോയസ് ഗാർഡനിലെ അവരുടെ വസതിയായ വേദനിലയം ജയലളിതയുടെ മാത്രം പേരിലാണ്. മറ്റാരും കൂട്ടുകക്ഷിയായി അവിടെയില്ല. എന്നാൽ ഇപ്പോഴവിടെ താമസിക്കുന്നത് ശശികലയാണ്. ശശികലയ്ക്ക് എന്ത് അവകാശമാണ് ആ വീട്ടിൽ തുടർന്നും താമസിക്കാൻ? ശരിക്കും പറഞ്ഞാൽ പ്രമാണിത്വം നിറഞ്ഞ ഗ്രഹനാഥ അന്തരിച്ചാൽ പിന്നെ ജോലിക്കാർക്ക് അവിടെ നിൽക്കേണ്ട കാര്യം തന്നെയില്ല. ആ അർത്ഥത്തിൽ ശശികലയ്ക്ക് അവിടെ യാതൊരു അവകാശവുമില്ല. സത്യത്തിൽ ജയലളിതയ്ക്ക് സ്വന്തമായൊരു കുടുംബമില്ല. അതുകൊണ്ട് കുടുംബാംഗങ്ങളെ ഫാമിലി എന്ന് വിശേഷിപ്പിക്കാവുന്ന പിൻഗാമികളില്ല. പിന്നീട് വരുന്നത് അടുത്ത മറ്റു ബന്ധുക്കളാണ്. ദീപയെ പോലെയുള്ള ആ ബന്ധുക്കൾക്കൊക്കെ ചെന്ന് ചേരേണ്ട ഒരു ആസ്തിയാണ് പോയസ് ഗാർഡനിലെ വേദനിലയം. അവിടെയാണ് ശശികല തുടർന്നും താമസിക്കുന്നത്. അതേ വേദനിലയത്തിൽ നിന്ന് ജയലളിതയുടെ അതേ കാർ ഉപയോഗിച്ച് ശശികല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിന് നിയമപരമായ ഒരു പ്രാബല്യവുമില്ല. ശശികല അതിന് പറയുന്ന യുക്തി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജയലളിത ആ വസതി ശശികലയുടെ സഹോദരിയുടെ മകളുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ വിൽപത്രമുണ്ട് എന്നാണ്. വിൽപത്രമുണ്ടാക്കിയിരിക്കുന്നു. പന്നീർശെൽവം പറയുന്നത് ഒരു വിൽപത്രം അമ്മ ഉണ്ടാക്കിയതായ യാതൊരു അറിവും തനിക്കില്ല. അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ അതറിയേണ്ട ആളുകളിൽ ഒരാൾ താനാണ്. അങ്ങനെ ഒന്നില്ല എന്നാണ് പറയുന്നത്. 77 ദിവസമാണ് ജയലളിത ആശുപത്രിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ മാലോകരുടെ കണ്ണുകെട്ടി അവിടെ താമസിപ്പിച്ചത് എന്ന് നമുക്കറിയാം. സത്യത്തിൽ അവരവിടെ എത്തിയ അവസ്ഥ എന്തെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. അതുമാത്രമല്ല, അതിനു മുമ്പ് ജയലളിതയെ വസതിയിൽ വെച്ച് തന്നെ ആരോ തള്ളിയിട്ടിരുന്നു എന്ന് പാണ്ഡ്യൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹവും AIDMKയുടെ നേതാവാണ്. അത്തരമൊരവസ്ഥയിൽ 77 ദിവസം കഴിയുമ്പോൾ ജയലളിത പൂർണ്ണമായും ശശികലയുടെ സംരക്ഷണത്തിലായിരുന്നു, അവരുടെ തടവിലായിരുന്നു എന്ന് വേണം പറയാൻ. ശശികല ഒഴിച്ചാൽ മറ്റൊരാളും ജയലളിതയുടെ അടുത്ത് ആ കാലത്ത് എത്തിയിരുന്നില്ല. നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന പന്നീർശെൽവത്തിന് പോലും അത് കഴിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹവും പറയുന്നു. ഇതാണ് അവസ്ഥ. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജയലളിത ഇഷ്ടദാനമായി, വിൽപവറിൽ ഇഷ്ടദാനമായി ശശികലയുടെ സഹോദരപുത്രിക്ക് ആ വസതി നൽകിയിരിക്കുന്നത്? ഏതായാലും ആ വസതിയാണ് സ്മാരകമാക്കി മാറ്റിയിരിക്കുന്നത് പന്നീർശെൽവം ഒരു സർക്കാർ ഉത്തരവിലൂടെ. എന്നാൽ അവിടെ ശശികലയാണ് കയറി താമസിക്കുന്നത്. ഒരു ഇൻട്രൂഡറാണ് ശശികല എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ. ഇന്നലെ സംഭവിച്ച ഒരു സവിശേഷത, DMK പന്നീർശെൽവത്തെ പിന്തുണച്ചുകൂടായികയില്ല. കമൽഹാസൻ എന്ന സിനിമാ നടൻ പന്നീർശെൽവത്തെ പിന്തുണ പരസ്യമായി അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, സിനിമാ ലോകം പന്നീർശെൽവത്തെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും കൂടി ചെയ്തിരിക്കുന്നു. ഇന്നലെ കൗതുകകരമായ മറ്റൊരു വസ്തുതയുണ്ടായത്, ഈ 130 MLA-മാരെവിടെ ആർക്കും അറിയില്ല. MLA-മാരെ ഏതോ രഹസ്യ സങ്കേതത്തിൽ പാർപ്പിച്ചിരിക്കുന്നു, റിസോർട്ടുകളിലാണ് എന്ന് പറയുന്നു. ആ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കാൻ തമിഴ്നാട്ടിലെ പത്രക്കാർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല, പന്നീർശെൽവത്തിനും കഴിഞ്ഞിട്ടില്ല. ശരിക്കും മണ്ണാർഗുഡി മാഫിയയുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു രഹസ്യം തന്നെയാണ് അത്. ഒരു സവിശേഷമായ കൗതുകകരമായ കാര്യമുണ്ടായത്, സിനിമാ നടൻ അരവിന്ദസ്വാമി, സുന്ദരനിൽ സുന്ദരനായ അരവിന്ദസ്വാമിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറയുന്നത്, ഈ 130 MLA-മാരെ തിരഞ്ഞെടുത്ത മണ്ഡലത്തിലെ വോട്ടർമാരുണ്ടല്ലോ, അവർ AIDMKയുടെ അനുഭാവികളായ ആളുകൾ തന്നെ. അവർ ഫോൺ ചെയ്യണം, ഓരോ തങ്ങളുടെ MLA-മാർക്ക് ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കണം, ആരെയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത് എന്ന്. എല്ലാവരുടെയും ഫോൺ നമ്പരും തൻ്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു അരവിന്ദസ്വാമി. അങ്ങനെ രാഷ്ട്രീയവും സിനിമാ ലോകവും ഗവർണറും നാടകാന്ത്യവും എല്ലാം ചേർന്ന് കൊഴാമറിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്തകളൊക്കെ നമ്മോട് പറയുന്നത്. ലോ കോളേജ് സമരം തീർന്നു എന്നൊരു വസ്തുതയാണ്. മഴ തീർന്നാലും പിന്നെയും മരം പെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് മാതിരി വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ലോ കോളേജിൻ്റെ ഭൂമിയുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ലല്ലോ. അതേ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് മാതൃഭൂമി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്.
എപ്രകാരമാണ് പഴയ സൊസൈറ്റിയുടെ ഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് നാരായണൻ നായർ എന്ന് പറയുന്ന ഇപ്പോഴുള്ള ഡയറക്ടർ ആ ഭൂമിയും കോളേജുമൊക്കെ സ്വന്തം കുടുംബ വകയാക്കി മാറ്റിയത്. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. നിയമാവലി തിരുത്തി ഭരണം പിടിക്കുകയാണ് നാരായണൻ നായർ ചെയ്തത് എന്നാണ് മാതൃഭൂമി പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ലോ അക്കാദമിയിൽ കുടുംബ വാഴ്ച വന്ന വഴിയെ സംബന്ധിച്ച് മാതൃഭൂമി എഴുതുന്നു. ഭരണസമിതിയിലെ ഔദ്യോഗിക അംഗങ്ങളെ പുറത്താക്കിയത് സർക്കാർ അറിയാതെ. അക്കാദമിയും ഭൂമിയും സ്വന്തമാക്കും വിധം നിയമാവലി തിരുത്തി. നിലവിലുള്ള കുടുംബ ഭരണസമിതിക്ക് ആയുഷ്കാലം തുടരാം. അനീഷ് ജേക്കബ് വാർത്ത തരുന്നത് ഇപ്രകാരമാണ്. ലോ അക്കാദമി ഭരണസമിതിയിൽ നിന്ന് 9 ഔദ്യോഗിക അംഗങ്ങളെയും സർക്കാർ അറിയാതെ ഡയറക്ടർ നാരായണൻ നായർ പുറത്താക്കി. കൂടാതെ ലോ അക്കാദമി സൊസൈറ്റിയിൽ നിന്ന് മന്ത്രിമാരെയും ഗവൺമെൻറ് സെക്രട്ടറിമാരെയും ആസൂത്രിത നീക്കത്തിലൂടെ ഒഴിവാക്കി. 2014 അക്കാദമിയുടെ നിയമാവലി ഭേദഗതി ചെയ്ത് രേഖകൾ ഉണ്ടാക്കുകയും ചെയ്തു. സർവകലാശാല സിൻഡിക്കേറ്റ് സമിതി ആവശ്യപ്പെട്ടപ്പോൾ പരിശോധനയ്ക്ക് നൽകിയത് പക്ഷേ 1966 തുടക്കഘട്ടത്തിലുള്ള നിയമാവലിയും ആണ് പുതിയ നിയമാവലി മറച്ചു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്ന നിലയ്ക്ക് അവിടെയുള്ള ഭൂമിയെയും ഭൂമിയുടെ അധികാരത്തെയും ഒക്കെ സംബന്ധിച്ച കാര്യത്തെക്കുറിച്ചുള്ള വാർത്തകളിലേക്ക് മാതൃഭൂമി ഇന്ന് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മഴ തീർന്നു, പക്ഷേ മരം പെയ്യുന്നു. ലോ അക്കാദമിയെക്കുറിച്ച് VS അച്യുതാനന്ദൻ്റെ പ്രസ്താവന ഇന്ന് ജന്മഭൂമി അതിൻ്റെ 1-ാം പുറത്ത് തരുന്നു, കാണുക. ലോ അക്കാദമി റവന്യൂ മന്ത്രിക്ക് VSൻ്റെ കത്ത്. ലോ അക്കാദമിയുടെ ഭൂമി വിലയ്ക്ക് വാങ്ങിയതാണോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി. 34 സെൻറ്റ് അല്ലെങ്കിൽ അട്ടിക്കട്ടിക്കായി കെട്ടിടം പണിതുയർത്തിയ ബഹുനില കെട്ടിടം പണിതുയർത്തിയ പുന്നൻ റോഡിലുള്ള ആ 34 സെൻറ്റ് സെക്രട്ടേറിയറ്റിനടുത്ത് കിടക്കുന്ന ആ 34 സെൻറ്റ് ഭൂമി സ്വന്തമായി വാങ്ങിയതാണ് അക്കാദമി എന്ന വാദം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം എന്ന് VS പറഞ്ഞിരിക്കുന്നു. ഇന്ന് VSൻ്റെ മറ്റൊരു വിജയ കഥ കൂടി ജന്മഭൂമി 1-ാം പുറത്ത് തരുന്നു. പാറ്റൂർ ഭൂമി ഇടപാട് വിജിലൻസിന് അന്ത്യശാസനം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ജന്മഭൂമി തരുന്നത്. അതിങ്ങനെയാണ്. വിജിലൻസിന് വീണ്ടും തിരിച്ചടി. പാറ്റൂർ ഭൂമി കയ്യേറ്റ കേസിൽ 15 ദിവസത്തിനകം ത്വരിതാന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്ത്യശാസനം നൽകി. ലോകായുക്തയുടെ കൈവശമിരിക്കുന്നുവെന്ന് വിജിലൻസ് ചൂണ്ടിക്കാണിച്ച രേഖകൾ പകർപ്പ് സഹിതം VSൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. കോടതി അവ അന്വേഷണ ഉദ്യോഗസ്ഥന് രേഖാമൂലം കൈമാറി. ഇനി രേഖകൾ ലഭിച്ചില്ല എന്ന് ഒഴിവ് പറയരുത് എന്ന് കോടതി അന്ത്യശാസനം നൽകി. സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ഈ കാര്യത്തിലുള്ള തിരിമറിയിൽ ഇടപെട്ടിരിക്കുന്നു എന്നാണ് VSൻ്റെ അഭിഭാഷകൻ അവതരിപ്പിച്ച പേപ്പർ പറയുന്നത്. അത് കോടതി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. നോട്ട് റദ്ദാക്കലിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇപ്പോഴും അക്കാര്യത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. പാർലമെൻറ്റിലെ അദ്ദേഹം നടത്തിയ നെടുങ്കൻ പ്രസംഗത്തിലും അതേ സംബന്ധിച്ച് പൂർണ്ണമായും അത് വിജയകരമായ ഒരു പദ്ധതിയായിരുന്നു എന്നും അതിൽ യാതൊരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല എന്നും അത് വൻതോതിൽ ഗുണമാണ് ചെയ്തത് എന്നും ഒക്കെയുള്ള നിലപാടാണ് പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ധനമന്ത്രി വ്യത്യസ്തമായൊരു നിലപാട് അക്കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നു. ദേശാഭിമാനി ആ വാർത്ത അതിൻ്റെ അവസാന പുറത്ത് പൊതുവാർത്താ പേജിൽ തന്നിരിക്കുന്നു. നമുക്ക് കൗതുകകരമാണ് ആ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. നോട്ട് അസാധുവാക്കൽ സമ്പദ്ഘടനയെ ബാധിച്ചു എന്നാണ് ജെയ്റ്റ്ലി പറയുന്നത്. ധനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് പറഞ്ഞേ മതിയാകൂ. നോട്ട് അസാധുവാക്കൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ സമ്മതിച്ചു. എന്നാൽ കള്ളനോട്ട് എത്ര, മടങ്ങി വന്ന നോട്ട് അവ എത്ര എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേക്കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞിട്ടേയില്ല. അദ്ദേഹം അതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ മറന്നിട്ടില്ല. UP അത് കാണുകയും ചെയ്യും. പക്ഷേ ജെയ്റ്റ്ലിക്ക് അങ്ങനെ പറയാനാവില്ല. ധനമന്ത്രിയാണല്ലോ. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം കാണുക. മടങ്ങി വന്ന നോട്ടുകളുടെ കണക്ക് പൂർണ്ണമായും തിട്ടപ്പെടുത്തിയിട്ടില്ല. എണ്ണിത്തീരാൻ സമയമെടുക്കും. നോട്ടെണ്ണലിന് യന്ത്ര സംവിധാനം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ നോട്ടുകൾ കൃത്യമായി പരിശോധിക്കണമെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. സത്യത്തിൽ ഈ സംഭവഗതികളെല്ലാം കഴിഞ്ഞിട്ട് 3 മാസം കഴിയുന്നു. 50 ദിവസങ്ങൾക്ക് ശേഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. 50 ദിവസം കഴിഞ്ഞു. 42 ദിവസം പിന്നെയും പിന്നിട്ടിട്ടും വന്ന നോട്ടുകൾ എണ്ണിത്തീരാൻ കഴിയുന്നില്ല. കണക്കപ്പിള്ളമാരാണോ അവിടെ ഇരിക്കുന്നത് എന്ന്
തോന്നിപ്പോകും. ഏതായാലും അപഹാസ്യമായി പോയി ധനമന്ത്രിയുടെ മറുപടി. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന നിലയ്ക്ക് ഒരു കാലത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട മിൽമയുണ്ടല്ലോ, ആ മിൽമയുടെ പാല്, അതിൻ്റെ ദൃശ്യം അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വില കൂടിയിരിക്കുന്നു. 1 ലിറ്ററിന് 4 രൂപയാണ് കൂടിയത്. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റുകൾക്ക് ഇന്നലെ വാങ്ങിയതിൽ നിന്ന് 2 രൂപ കൂടുതൽ നാളെ മുതൽ കൊടുക്കേണ്ടി വരും. മിൽമയുടെ പാൽ വില കൂടിയ വാർത്തയാണെന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. മിൽമ പാൽ ലിറ്ററിന് 4 രൂപ കൂട്ടിയെന്ന നിലയ്ക്ക് കൃഷിക്കാരുടെ, ശരിക്കും മിൽമയും ക്ഷീര കർഷകരുടെ തന്നെ ഉൽപ്പന്നമാണല്ലോ. അതുകൊണ്ട് കൃഷിക്കാരുടെ പത്രമായ ദീപിക, നസ്രാണി ദീപിക ആ വാർത്ത തരുന്നു. നമുക്ക് അത്രത്തോളം ഹിതകരമല്ലാത്ത, പോക്കറ്റിനെ കൊള്ളയടിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. പാൽ വില ലിറ്ററിന് 4 രൂപ കൂട്ടാൻ മിൽമ ഭരണസമിതി തീരുമാനിച്ചു. മിൽമ പാലിൻ്റെ വില ലിറ്ററിന് 36 നിന്ന് 40 രൂപയായി കൂടുമ്പോൾ, 4 രൂപ കൂടുമ്പോൾ അതിൻ്റെ വിഹിതം എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതേ സംബന്ധിച്ച വാർത്തയും ദീപിക തരുന്നു. അത് കാണുക. അങ്ങനെ 4 രൂപ കൂടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 രൂപ 35 പൈസ ക്ഷീര കർഷകനും, 16 പൈസ ക്ഷീര സംഘത്തിനും, 16 പൈസ വിതരണ ഏജൻറ്റിനും, 75 പൈസ ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിനും അംശാദായം കിട്ടും. 3 രൂപ 35 പൈസ കർഷകന് കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം. 1 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കാൻ കർഷകന് സ്വന്തം ജോലിക്കൂലി ഉൾപ്പെടെ 42.5 രൂപ ചിലവാകുന്നതായാണ് കണക്ക്. മിൽമ പാൽ വില ഉയർത്തിയിട്ടും 34.14 രൂപയാണ് കർഷകന് സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. 2014 മിൽമ അവസാനമായി പാൽ വില വർദ്ധിപ്പിച്ചത്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് 42.45 രൂപ ചിലവാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാൽ വില അധികം വൈകാതെ ഇനിയും കൂടും എന്ന് വേണം കരുതാൻ. മിൽമ പാല് ഹൈക്കോടതി പറഞ്ഞതുമാതിരി പാൽപ്പൊടി കലക്കി തരുന്നതാണ്. അതുകൊണ്ട് കണി കണ്ടുണരുന്ന നന്മ എന്ന നിലയ്ക്കുള്ള പ്രയോഗം പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ സംബന്ധിച്ച ഒരു പരാമർശം ഈ പങ്ക്തിയിൽ നടക്കുകയുണ്ടായി. ആ പരാമർശത്തെ തുടർന്ന് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KT തോമസ് വ്യത്യസ്ത അഭിപ്രായം പുലർത്തിക്കൊണ്ടൊരു കത്ത് ഈ പങ്ക്തിയിലേക്ക് എഴുതുകയും ചെയ്തു. അത് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ആ കത്തെഴുതിയത്. അതിൽ അദ്ദേഹം പറയുന്നു, കാർഷിക വിപണന മേഖലയിൽ പാലിനാണ് മിക്കവാറും 80% നമുക്ക് സ്വാശ്രയത്വമുള്ളത്. മിൽമയാണിത് സാധിച്ചത്. സംഭരണ, സംസ്കരണ, വിപണന മേഖലകളിൽ നമ്മുടെ ക്ഷീരകർഷകനെ ഒറ്റ ബ്രാൻഡിന് കീഴിൽ ശാക്തീകരിച്ചും ഉൽപാദന വിപണന ഏറ്റക്കുറച്ചുകൾ വരുത്തുന്ന സീസൺ വ്യതിയാനം, ബന്ദ്, ഹർത്താൽ, ഇപ്പോഴത്തെ കറൻസി പ്രശ്നം മുതലായ ദുർഘട സന്ധികളിൽ കൈത്താങ്ങായി നിന്നുമാണ് ഇത് സാധിച്ചത്. ദയവായി ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പ്രതിവർഷം 2500 കോടിയിലധികം വിറ്റുവരവുമായി വലിയ തരക്കേടില്ലാതെ നിലനിന്നു പോകുന്ന ഒരു കർഷക പ്രസ്ഥാനമാണിത്. ദിവസവും പാൽ വിറ്റ് ജീവിക്കുന്ന ഏതാണ്ട് 2 ലക്ഷം ക്ഷീരകർഷകരുടെ അന്നന്നത്തെ അപ്പം ആണ് മിൽമ എന്ന് ശ്രീ KT തോമസ് വളരെ വിശദമായി അന്ന് എഴുതുകയുണ്ടായി. ഏതായാലും ആ വിശദ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ പാൽ വില വർദ്ധിക്കുന്ന സമയത്ത് പുതിയ അറിവും വിവരങ്ങളുമായി നമുക്കും മാറുന്നുണ്ട്. റേഷന് ആധാർ നിർബന്ധമാക്കുന്നു. ആധാർ പാടില്ല എന്ന് ഘോരഘോരം വാദിച്ച ആളുകൾ, അങ്ങനെ വാദിച്ച് ബഹളമുണ്ടാക്കിയ ആളുകൾ, അവരുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ എല്ലാ രംഗത്തും ആധാർ കാർഡ് നിർബന്ധമാക്കുന്നു. ഇപ്പോൾ റേഷൻ, അതിനും ആധാർ കാർഡ് നിർബന്ധമാക്കുന്നു. മാധ്യമം എന്ന പത്രം കേന്ദ്രത്തിൻ്റെ ആ പുതിയ നിലപാട് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. MS സുരേഷ് കുമാർ ആ വാർത്ത ഇങ്ങനെ തരുന്നു. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യത്തിന് ആധാർ നിർബന്ധമാക്കി. ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം റേഷൻ അർഹതപ്പെട്ടവർ ആധാർ കാർഡോ അതിനായി അപേക്ഷിച്ചതിൻ്റെ രേഖയോ കാണിച്ചില്ലെങ്കിൽ റേഷൻ കിട്ടില്ല. റേഷൻ പ്രാബല്യത്തിൽ വരും. സബ്സിഡിയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. റേഷൻ കടകളിൽ ഡിജിറ്റൽ പണമിടപാട് വരും. എല്ലാത്തിനും ആധാർ കാർഡായിരിക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഭാര്യയുടെയും മകൻ്റെയും കടത്തിന് ഗൃഹനാഥൻ്റെ ആസ്തി പിടിച്ചെടുക്കാനാകില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിലപാടെടുത്തിരിക്കുന്ന വാർത്താമംഗളം 1-ാം പേജിൽ തരുന്നു. ഭാര്യയുടെയും മകൻ്റെയും കടബാധ്യതയ്ക്ക് ഗൃഹനാഥൻ ഉത്തരവാദിയല്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഗൃഹനാഥൻ പണയമായി ഏൽപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഭാര്യയുടെയും മകൻ്റെയും വായ്പ കുടിശ്ശിക തീർക്കാനായി സ്വന്തമാക്കാൻ
ബാങ്കിന് അധികാരമില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. അത് ഒരു പുതിയ അറിവായി മാറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ലോ അക്കാദമിയിൽ നടന്ന വിദ്യാർത്ഥികളുടെ സമരം 29 ദിവസം പിന്നിട്ട ആ സമരം കേരളം ഭരിക്കുന്ന മുന്നണി LDFിനെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരുന്നു. അതൊരു വസ്തുതയാണ്. CPM CPI ഭിന്നത മറനീക്കി പുറത്തേക്ക് ഈ കാര്യത്തിൽ വരികയുണ്ടായി. അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാവണം കോടിയേരി ബാലകൃഷ്ണൻ മുന്നണിയും ഭരണവും ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തി ഒരു ലേഖനം, വിശദമായൊരു ലേഖനം നേർവഴി എന്ന തൻ്റെ പങ്ക്തിയിൽ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നു. കാണുക, മുന്നണിയും ഭരണവും. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ 29 ദിവസം നീണ്ട സമരം പിൻവലിച്ചെങ്കിലും സമര പശ്ചാത്തലത്തിൽ LDFിൽ വിള്ളൽ വീണുവെന്നും ഭരണ നിലനിൽപ്പിനെ ബാധിക്കും വിധം CPI CPM ബന്ധം വഷളായെന്നും ചില മാധ്യമങ്ങൾ നിരീക്ഷണം നടത്തിയിരുന്നു. അത് അങ്ങനെയൊന്നുമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഗൗരവതരമായ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. തുടർന്ന് അദ്ദേഹം എഴുതുന്നു, ലോ അക്കാദമി സമരവും അനുബന്ധ സംഭവങ്ങളും ജാഗ്രതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം LDFിനെ ഒറ്റപ്പെടുത്താനും മുന്നണിയുടെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനും കോൺഗ്രസും ലീഗും BJPയും കൂട്ടുകെട്ട് ഏത് ഘട്ടത്തിലും പ്രത്യക്ഷപ്പെടാവുന്നതാണ് എന്നതാണ്. RSSനോടും BJPയോടുമുള്ള UDFിൻ്റെ എതിർപ്പ് തൊലിപ്പുറമേ ഉള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് ലോ അക്കാദമി സമരം. അതാണ് യഥാർത്ഥ പ്രശ്നം ലോ അക്കാദമിയിൽ. അക്കാര്യം CPI കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും. അതുകൊണ്ടും തീർന്നില്ല. BJPയോടും RSSനോടും എത്രമാത്രം മൃദുത്വമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് കക്ഷികളും അവരുടെ നേതാക്കളും കാണിക്കുന്നത് എന്ന് പേരൂർക്കടയിലെ സമരസ്ഥലത്തെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ വ്യക്തമാക്കി. AK ആന്റണിയും മുസ്ലിം ലീഗ് നേതാവും ഹൈദരാലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും BJPയെ ആശീർവദിക്കാനെത്തി. മോഡി സർക്കാർ സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധിക്കെതിരെ LDFുമായി ചേർന്ന് സമരം നടത്താൻ വിസമ്മതിച്ച VM സുധീരനും കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗിനും BJPയുമായി കൂട്ടുകൂടി സമരം നടത്തുന്നതിന് ഒരു മടിയും ഉണ്ടായില്ല. ലോ അക്കാദമി സമരത്തെ ഇക്കൂട്ടർ സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരമാക്കി മാറ്റിയിരുന്നു. യഥാർത്ഥത്തിൽ BJP സ്പോൺസർ ചെയ്ത സമരത്തിൻ്റെ പിടിയിൽ കോൺഗ്രസ് വീഴുകയായിരുന്നു. ഇത് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ LDFിനെ സ്നേഹിക്കുന്ന എല്ലാവരും തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ ആ അഭ്യർത്ഥനയുടെ കുന്തമുന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായും CPIയുടെ ചങ്കിന് തന്നെയാണ് ചെന്ന് കൊള്ളുന്നത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇനി ഇന്നത്തെ കാർട്ടൂൺ. അധികാരത്തിൻ്റെ പ്രതീകം എപ്പോഴും കസേരയാണ്. കസേര പിടിക്കാനാണ് എല്ലാവരും തത്രപ്പെടുന്നത്, അധികാരത്തിന് ചുറ്റും വട്ടം കറങ്ങുന്നവർ. ഇനി നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ഇത് തമിഴ്നാട്ടിലെ അധികാര കസേരയാണ് കാർട്ടൂണിൽ കാണുന്നത്. അവിടെ ഇരിക്കാൻ ശശികലയും O പന്നീർശെൽവവും വാശി പിടിച്ച് വാദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കസേര കളി കളിക്കുന്ന കാർട്ടൂൺ കേശവ് ഇന്ന് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഹൈസ്കൂൾ ബഹുജനങ്ങളുടെ പ്രതിഷേധ ഫലമായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് ഒരു നല്ല കാര്യം. ഈ ചിത്രം കാണുക. അവിടെ പുതിയ സ്കൂൾ വരുന്നു. ചിത്രത്തിൽ കാണുന്നത് പുതിയ സ്കൂളിൻ്റെ രൂപരേഖയാണ്. ഈ രൂപരേഖയുടെ ചിത്രം സിറ്റി കൗമുദി അതിൻ്റെ 1-ാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.